വെൽക്കം ടു അങ്കിൾ ടോം ടേസ്റ്റ്. ഇന്ന് കുടുംബ വിശേഷം. എൻ്റെ മൂത്ത സഹോദരി കാവിൽ വർഗീസ് കൊച്ചുറേസ്യ മകൾ ലില്ലമ്മയുടെ ഭർത്താവ് ഡോക്ടർ ഡെറ്റ്ലഫ് വോൺ കൽക്കൻത്ത് മെയ് 20 ജർമ്മനിയിൽ വെച്ച് അന്തരിച്ചു. ജർമ്മനിയിലെ ലൗഫേമിലാണ് അവർ താമസിച്ചിരുന്നത്. അവിടുത്തെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റായിരുന്നു. ഫ്യൂണറൽ മെയ് 30 നടത്തി. മെയ് 30 ഫ്യൂണറൽ നടക്കുന്ന ദിവസം ഇവിടെ ഞങ്ങൾ സഹോദരങ്ങളും മക്കളും കൊച്ചുമക്കളും ഒത്തുചേർന്നു. ഡെറ്റ്ലഫിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. ഡെറ്റ്ലഫിൻ്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായ നഷ്ടം അന്നും തന്നെ വലിയതാണ്. അന്ന് തന്നെ ആയിരുന്നു ഞങ്ങളുടെ പിതാവ് കാവിൽ കുര്യൻ വർഗീസിൻ്റെ 26ാം ചരമവാർഷികവും. പിതാവിന് വേണ്ടിയും ഡെറ്റ്ലഫിന് വേണ്ടിയും വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. സെമിത്തേരിയിൽ ഒപ്പീസും ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും കാവിൽ വീട്ടിൽ അനുശോചന പ്രാർത്ഥന നടത്തി. ഞങ്ങൾ ഇവിടെ ഒരു ഫോട്ടോയൊക്കെ അറേഞ്ച് ചെയ്തു പ്രാർത്ഥന നടത്തി. അതിൻ്റെ ആണ് കാണിക്കുന്നത്. നാട്ടിലുള്ള മിക്കവരും എത്തിയിരുന്നു. പിന്നെ ചിലർക്ക് അസൗകര്യം ഉണ്ടായിരുന്നു, അവർ വന്നിട്ടില്ല. വിദേശത്തുള്ളവർ ആരും വന്നില്ല. ജോർജ് ഫാമിലിയും UK ഉണ്ടായിരുന്നു, അവർ നാട്ടിലെത്തിയായിരുന്നു. ഞങ്ങളുടെ ദാവേ ഞങ്ങളുടെ നാം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ക്ഷമിക്കണമേ. സൃഷ്ടികർത്താവിലൂടെ സ്ത്രീകളെ ജയിക്കുവാകുന്നു. അങ്ങയുടെ ഞങ്ങളുടെ മരണ സമയത്തും എന്നോട് അപേക്ഷിക്കണമേ. നിസ്സമാർക്കൊണ്ട് വിളിച്ചോ? കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിറക്കണമേ. നല്ല വരത്തു വലംബാകേ കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും നീ ഭൂതലവും താവ